യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് സ്പേസുകൾ, സ്റ്റുഡൻസ് യൂണിയനുകളൊക്കെ എന്താണ് ഫലസ്തീനെ കുറിച്ച് ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങളിൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഈ ഒരു ടോം ഫ്ലെച്ചറിന്റെ ഒരു മരിച്ചു എന്ന് പറയുന്ന കാട്ടിയും ഒരു ആഘാതം, മരിക്കാൻ പോകുന്നു, എന്തൊക്കെ നമ്മൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സംഭവം, ഒരു ഉള്ളിലൊരു എന്തൊക്കെ ഒരു കുത്തുന്ന ഒരു വലിക്കുന്ന ഡിസ്കഷനിലേക്ക് വരുന്നത്. പിന്നോട്ട് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബി, അവിടെ യുദ്ധം നടക്കുമ്പോൾ എന്താണ് എതിർ പക്ഷത്തുള്ള സേനാധിപന് പനിയാണോ അല്ലെ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം ബാധിച്ച് കിടക്കുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബി അവിടെ യുദ്ധം നിർത്തുന്നു, തൻ്റെ സ്വന്തം ചികിത്സകരെ ഡോക്ടർമാരെ അങ്ങോട്ട് പറഞ്ഞേക്കാണ് നമ്മൾ എങ്ങനെ യുദ്ധം കൊണ്ടുപോകണം, അല്ലെ യുദ്ധമര്യാദകൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ പാലിച്ച് അതേ ജെറൂസലേമിൽ അതേ ഫലസ്തീനിലാണ് നമ്മളിപ്പം ഈ ഒരു ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. ലോകത്ത് 828 മില്യൺ ആളുകൾ പട്ടിണി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ 349 മില്യൺ ആളുകൾ സിവിയർ ആയിട്ടുള്ള ഹങ്കർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്രയും തീവ്രമായിട്ടുള്ള പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അത് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു വിശപ്പും സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കുള്ള വിശപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് 4ാം പീരീഡ് കഴിഞ്ഞാൽ ചോറിന് വിടുന്നു എന്ന് പറയുന്ന ഒരു വിശപ്പില്ലേ, ബെല്ലടിക്കുന്നതിന് മുമ്പുള്ള ഒരു ആ ഒരു വിശപ്പ്, അത് മാത്രമാണ് നമ്മളൊരു വിശപ്പിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അല്ലാത്ത വിശപ്പൊന്നും നമുക്ക് അനുഭവിച്ചുള്ള പരിചയം ഉണ്ടാവില്ല. ആദ്യമൊക്കെ അങ്ങനെ ഒരു പരിചയം ഉണ്ടാവും ഇല്ല. നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നതെന്നില്ല. അല്ലാതെ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രോസസ്സാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ആക്ച്വൽ മീനിങ്ങിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം കേൾക്കുന്നുണ്ടാവും പഴയ കാലത്ത് കഞ്ഞിക്ക് വകയില്ലാത്തവർ, അല്ലെങ്കിൽ അത്തായ പഷ്ണി കിടന്നവർ, തലേന്നത്തെ ചോറിൽ വെള്ളമൊഴിച്ച് പിറ്റേന്ന് രാവിലെ കുടിക്കുന്നവർ, അങ്ങനത്തെ ഒന്നും ഒരു സാഹചര്യം നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ല. പറഞ്ഞു കേട്ടുള്ള പരിചയം മാത്രം, പറഞ്ഞു കേൾക്കുന്നതും വായിച്ചിട്ടുള്ള ഒരു വായിച്ചിട്ടായിരിക്കും നമ്മൾ വായിച്ചിട്ടാണ് അനുഭവം ആയിരിക്കില്ല നമുക്ക്. നമ്മൾ അറിഞ്ഞത് വിശപ്പിനെ അറിഞ്ഞത് ചിലപ്പം കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ പഴയ ആളുകൾ പറയുന്ന പല കഥകളുണ്ടാവും. ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ ഇത്രയും പട്ടിണി കിടന്നിട്ടാണ് വന്നത് എന്ന് പറയുന്ന, ശരിക്കും നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന കുറച്ച് സ്റ്റോറീസുകളും യാഥാർത്ഥ്യങ്ങളുള്ള സ്റ്റോറീസ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ ഇങ്ങനെ പറയുന്ന സമയത്തൊന്നും പേഴ്സണലി നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വിശപ്പുകൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, ദീർഘ വിശപ്പ് നമുക്ക് വിശക്കണമെങ്കിൽ റമദാനാണോ അനുഭവിച്ചില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച പോഡ്കാസ്റ്റ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് ഈ വിശപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മളൊരു വാർത്ത കേട്ടത്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് UN-ൻ്റെ ഒരു റിപ്പോർട്ട് അല്ലേ. അപ്പോൾ വിശപ്പ് ചർച്ച ചെയ്യാന്നുള്ളത് അവിടെ നിന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ UN-ൻ്റെ ഹ്യൂമാനിറ്റേറിയൻ്റെ ഹെഡ് ടോം ഫ്ലെച്ചറാണ്. നമ്മൾ കുറേ പ്രത്യേകിച്ച് ഫലസ്തീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു 2023 എന്നുള്ള അല്ലെങ്കിൽ ഒരു 2024 തുടക്കകാലത്തുള്ള ആ ഒരു ഡിസ്കഷൻ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാതെയുള്ള പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ ഫലസ്തീനെ കുറിച്ച് കൊണ്ടുവന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഒരു അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ഒരു ലോങ് ഗ്യാപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ പൊതു ഇടങ്ങളായാലും ഒക്കെ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് സ്പേസുകൾ, സ്റ്റുഡൻസ് യൂണിയനുകളൊക്കെ എന്താണ് ഫലസ്തീനെ കുറിച്ച് ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ കുറേ കാലം സൈലൻ്റ് ആയിരുന്നു. പിന്നെയും നമ്മൾ ഇങ്ങനെ ഈ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു വിഷയത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് അവെയർ ആവുന്നത് ഈ ഒരു ടോം ഫ്ലെച്ചറിന്റെ ഒരു അതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയാ ഉള്ളിൽ ലേശം ഒരു അനുതാപമുള്ള ഏതൊരു മനുഷ്യന്മാർക്കും എന്താ പറയാ ആ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു. മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാക്ക്, 48 മണിക്കൂറിൽ 14,000 കുട്ടികൾ മരിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൊണ്ടുവരുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മരിച്ചു എന്ന് പറയുന്ന കാട്ടിയും ഒരു ആഘാതം, മരിക്കാൻ പോകുന്നു, എന്തൊക്കെ നമ്മൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സംഭവം, ഒരു ഉള്ളിലൊരു എന്തൊക്കെ ഒരു കുത്തുന്ന ഒരു വലിക്കുന്ന ഇപ്പം കേരളം വീണ്ടും ഡിസ്കഷനിലേക്ക് വരുന്നത്, പൊതുവിടത്തിലേക്ക് പിന്നെയും ഒരു ഡിസ്കഷൻ വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം. ഏകദേശം മാർച്ച് 2 കൂടിയിട്ടാണ് ഫലസ്തീനിലെ ഈ സാധനങ്ങളെല്ലാം ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നത്. ഏകദേശം 10,000-ഓളം ട്രക്കുകൾ അഥവാ 89,000-ഓളം മില്യൺ എന്താ പറയുക മെട്രിക് ടൺ കണക്കിനുള്ള ഭക്ഷണ സാധനങ്ങളും മെഡിസിൻസും വാക്സിൻസും അതുപോലെ തന്നെ മരിച്ചവർക്കുള്ള എന്താ പറയുക എല്ലാ അതിർത്തിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് അങ്ങോട്ട് ആകെ 1-2
ട്രക്കുകൾ മാത്രമാണ് അതും ഈ ഒരു ഇന്റർനാഷണൽ ഈ ഒരു പ്രൊട്ടസ്റ്റിന് ശേഷം അതായത് ഈ പഞ്ചായത്ത് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം വരുന്ന മാതിരി എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് തുള്ളി വരുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയിലാണ് ശരിക്കും അവിടെ കടത്തി വിടുന്നത്. ആവശ്യക്കാർ കൂടുതലുണ്ട്. ഹമാസിന് വരുന്ന സാധനങ്ങളെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇത് വേറൊന്നുണ്ട് ഇതില്, ഭക്ഷണം ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അതായത് UNRWA ആണ് ഫലസ്തീനിലുള്ള വർക്ക് ചെയ്യുന്ന UN-ന്റെ റിലീഫ് ഏജൻസി. അവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു റീലിൽ. അവിടെ ജോർദാനാണോ ലബനാനാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവർ പറയുന്നുണ്ട് ഗാസയിൽ നിന്ന് വെറും 3 മണിക്കൂർ ദൂരത്ത് ഗാസ സ്ട്രിപ്പിൻ്റെ ബോർഡറിൽ 2 മില്യൺ ആൾക്കാർക്കുള്ള ഭക്ഷണം, 1.5 മില്യൺ ആൾക്കാർക്കുള്ള മരുന്ന്, ഇതെല്ലാം ബോർഡറിലുണ്ട്. ഭക്ഷണം അവിടെ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ല. പകരം ഒരു 3 മണിക്കൂർ ഗ്യാപ്പിൽ ഈ എല്ലാ സാധനങ്ങളും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും, പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു. ഇത് ശരിക്കും നമ്മളിങ്ങനെ പറയലുണ്ട്, യുദ്ധത്തിന് ഇപ്പൊ ശരിക്കും ആദ്യ കാലങ്ങളിലൊക്കെ, അത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളില്ലേ, ഇപ്പൊ ശരിക്കും ഈ പലസ്തീൻ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ യുദ്ധത്തിന്റെ ഉപകരണത്തിന്റെ രൂപം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മൾ യുദ്ധത്തിന് വലിയ ആർട്ടിലറി തോക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുറെ എന്താണ് പണം വേണം. ഇസ്രായേലിന് മില്യൺ കണക്കിന് പണം ഉണ്ടെങ്കിലേ ഈ ആയുധങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. ആയുധങ്ങളില്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ ആൾക്കാരെ പട്ടിണിയിലൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ. ആ സമയങ്ങളൊക്കെ അവർ ഉപയോഗിച്ച സാധനങ്ങൾ ഇതേപോലത്തെ ആർട്ടിലറി ഗൺസ്. അല്ല, നമ്മള് ഇതേ ജെറൂസലേമിലുള്ള നമ്മളിപ്പം പിന്നോട്ട് ചരിത്രത്തിൽ പോവുകയാണെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബി, അവിടെ യുദ്ധം നടക്കുമ്പോൾ എന്താണ് ക്രുസൈഡ്സ് ക്രിസ്ത്യൻ ഇത് വരുമ്പോൾ അവിടെ സലാഹുദ്ദീൻ അയ്യൂബി അറിയാണ് നമ്മുടെ കമാൻഡർ സേനാധിപൻ, എതിർ പക്ഷത്തുള്ള സേനാധിപന് പനിയാണ്, അല്ലെ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം ബാധിച്ച് കിടക്കുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബി അവിടെ യുദ്ധം നിർത്തുന്നു, തൻ്റെ സ്വന്തം ചികിത്സകരെ ഡോക്ടർമാരെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അതൊക്കെ എന്താ പറയുക, ഒരു നമ്മൾ എങ്ങനെ യുദ്ധം കൊണ്ടുപോകണം, അല്ലെ യുദ്ധ മര്യാദകൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പാലിച്ച് അതേ ജെറൂസലേമിൽ അതേ ഫലസ്തീനിലാണ് നമ്മളിപ്പം ഈ ഒരു ചർച്ച സാധനം നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്രയും അടുത്ത് ഇവർക്ക് ഈ ഭക്ഷണം ഉണ്ട്, ഇത് ശരിക്കും പ്രോപ്പറായിട്ട് വിതരണം ചെയ്യാനുള്ള ആളുകളില്ലായിട്ടല്ല, പക്ഷെ അത് പ്രോപ്പറായിട്ട് വിതരണം നടക്കണില്ല, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, അവിടുത്തെ ശരിക്കും ആളുകളുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ പട്ടിണി നടക്കുന്ന മനുഷ്യന്മാരാ. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനിങ്ങനെ പട്ടിണി നടക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഭക്ഷണം ഇങ്ങനെ ഉണ്ട്, എന്നിട്ട് ഇത് തരൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടാവില്ല. അതൊന്ന് ഈജിപ്തിൽ നിന്ന് വരുന്ന ട്രക്കുകളിൽ നിന്നൊക്കെ സാധനമായിട്ട് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ പാഞ്ഞ് കയറിയിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. സാധനം അവിടെ ഉണ്ടല്ലോ, അടുത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മണിക്കൂർ ദൂരത്തായിട്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഭക്ഷണം ഇല്ല എന്നല്ല, അത് മാത്രമല്ല, മുഹമ്മദ് ഖലീൽ എന്ന് പറഞ്ഞ ഒരു കർഷകൻ, ആ കർഷകൻ അവിടെ 2023 മുമ്പ് വലിയ കൃഷി നടത്തുന്ന ആളാണ്. അവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ഫലസ്തീന്റെ നമ്മൾ കഫീറിന് ഉദാഹരണമാക്കുന്ന ഒലിവ് മരങ്ങളും ഈ മത്സ്യത്തിന്റെ നെറ്റൊക്കെ. അതെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്നത് ഏകദേശം ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ഒരാളാണ് ഈ ഖലീൽ എന്ന് പറയുന്ന ആള്. എന്നിട്ട് പെട്ടെന്നാണ് ഈ യുദ്ധം സംഭവിക്കുന്നത്. 2023 ഈ പ്രശ്നം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഏകദേശം 16 വർഷമായിട്ട് കൃഷിയിലൊക്കെ നന്നായിട്ട് അറിവുള്ള അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. 15-20 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഈ ഒരു സാഹചര്യം വരുന്നതോടുകൂടിയിട്ട് എന്നിട്ട് അൽജസീറിൻ്റെ ഡോക്യുമെൻ്ററിയിലാണ് ഈ സാധനം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ അവിടെ വന്ന് രണ്ടാമത് വന്ന് സന്ദർശിക്കുന്ന സമയത്ത് വേദനയോട് കൂടിയിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊക്കെ നമുക്ക് സത്യത്തിൽ അവിടെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, അല്ലെ, അവർക്ക് തന്നെ അധ്വാനിച്ച് അവരുണ്ടാക്കുന്ന. അല്ല, ഇത് പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ആകുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഫോഴ്സ്ഡ് ഫാമിലി. നമ്മളിപ്പോൾ ഒരിക്കലും നാച്ചുറലി ഇപ്പം എന്താകുന്നില്ല, ഒരു ക്ഷാമം, വരൾച്ച അല്ലെങ്കിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഈ ഫലസ്തീനിലെ കേസ് എങ്ങനെയാണ്, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ വെച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽസ് എല്ലാം പറയുന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു 100% ഇത് പൊളിറ്റിക്കലി ഫോഴ്സ്ഡ് ആയിട്ട് അവിടെ ഫാമിൻ, സ്റ്റാവേഷൻ സൃഷ്ടിക്കപ്പെടുകയാണ്. ആൾക്കാരെ എന്താകുന്നില്ല, പട്ടിണി ഉണ്ടാക്കുകയാണ്. ശരിക്കും അതിന്റെ ഒരു നൈതികത, അതായത് ഭക്ഷണം എന്ന് പറയുന്ന സാധനം, ഭക്ഷണത്തിന് ശരിക്കും ഒരു ആയുധമായിട്ട് എന്ന് പറയുന്ന ഒരു സാധനം. അതാ പറഞ്ഞ പട്ടിണി എന്ത് ചെയ്യുന്നു, ഒരു യുദ്ധത്തിന്റെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ ഭക്ഷണം, വെള്ളം, ഇതെല്ലാം മനുഷ്യന്റെ ബേസിക് സാധനങ്ങളായിട്ട് നമ്മൾ UN-ന്റെയും ഇന്റർനാഷണൽ എല്ലാ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നോക്കുകയാണെങ്കിലൊക്കെ ഇതിൽ തന്നെ നമ്മൾ പറയലുണ്ട്. സാധാരണ ഇതിൽ ഈ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിലൊക്കെ നമ്മൾ എബ്രഹാം മാസ്ലോ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടാണ് എന്നുള്ളത് ആ ഹൈറാർക്കി തിയറിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും അവിടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് തന്നെ ശരിക്കും ഭക്ഷണം എന്നുള്ളൊരു കോൺസെപ്റ്റിനാണ്.
ഈ ഭക്ഷണം തടഞ്ഞു വെച്ചാൽ ഇപ്പം വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ഒരു സെയിം സാധനം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് മലയാളത്തിൽ നമ്മൾ ശരിക്കും ഒരു സാധാരണ സാഹിത്യത്തിൽ അറിയുന്നത് ഈ കാരൂരിന്റെ ഈ പുതിച്ചോറ് എന്ന് പറയുന്ന അങ്ങനെ കാണാൻ പറ്റും. ആ കഥയിൽ ആ അധ്യാപകൻ 30 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ സ്കൂളിൽ നിന്ന് ആ അധ്യാപകൻ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണം കട്ടെടുത്ത് തിന്നുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കുട്ടികളുടെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഭക്ഷണം ഞാനാണ് കട്ട് തിന്നത് എന്നുള്ളത്. എന്നിട്ട് കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ഓരോ കുട്ടികളോടും ചോദിക്കുന്നുണ്ട് താനാണോ കട്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവസാനം മൂപ്പർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം 30 വർഷം അയാൾ വളരെ നിസ്വാർത്ഥനായിട്ട് സേവനം ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിന്ന് താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ ഭക്ഷണം കട്ടുന്നുള്ളത്. എന്നിട്ട് അന്ന് രാത്രി മൂപ്പരി അദ്ദേഹത്തിന് ആ മാനേജർക്ക് ഇതുന്ന കത്തൊക്കെ ഭയങ്കര ഹൃദയവേദനയാണ്. കാരണം നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട്. ഒരു മനുഷ്യന് വിശന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മൾ സാധാരണ ഗതിയിൽ പറയലുണ്ട് വിശന്ന മനുഷ്യനല്ലാതെ ആവും എന്ന് പറയലുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനത്തെ മനുഷ്യന്മാരെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കഥയിൽ നിന്നൊക്കെ ഉള്ള വിഷയങ്ങൾ. സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യരെ രൂപപ്പെട്ടല്ല, അങ്ങനെ ആക്കിയെടുക്കുക, അങ്ങനെ ആക്കി മാറ്റി ഉണ്ടായവരല്ല ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. അത് UNRAWയുടെ ഒരു തലവനുണ്ട് ഫിലിപ്പ് ലസാരിനി എന്നാണ് പറഞ്ഞത്. ഇത് അയാൾ പറയുന്നത് അവിടെ സന്ദർശിച്ച ശേഷം മുൻപ് സന്ദർശിച്ച ശേഷം പറയുന്നത് ഇത്തരത്തിലൊരു വിശപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്രയും ഒരു പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതും നമ്മളെ ഈ ടോം ഫ്ലെച്ചറിൻ്റെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ഇത് മാർച്ച് 2 മുതൽ അവിടെ ബ്ലോക്കേഡ് ആണ്. ഏകദേശം 2 മാസത്തോളമായിട്ട് അവർ പൂർണ്ണമായിട്ട് ഉപരോധിക്കപ്പെട്ട് കിടക്കുകയാണ് ഉള്ള. അതിൽ പറയുന്നുണ്ട് അൽ ജസീറൻ്റെ എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നൊരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്രയോ ഒരു ശതമാനം 80% മുകളിൽ ആൾക്കാർ അവിടെ 1/4 ഏതോ ഒരു കണക്ക് പ്രകാരം 1/4 അവർ പട്ടിണി എടുക്കുന്നു. ഇത്ര ശതമാനം ആൾക്കാർ അവിടെ മാൽന്യൂറിഷ്ഡ് ആണ്. ഇങ്ങനെ ഇന്ന് വന്നൊരു ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 30 കുട്ടികൾ അവിടെ പട്ടിണിയായിട്ട് മരിക്കുന്നു. ഡാറ്റ എത്ര എണ്ണം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നില്ല, മരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിന്റ്, അതിൽ വരുന്നത് കോർ പോയിന്റ് ആയിട്ട് വരുന്നത്. അവിടെ ആൾക്കാർ മരിച്ചു പോകുന്നു, അതും എങ്ങനെ കൊല്ലപ്പെടുന്നു. നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്നില്ല, അവർ കൊല്ലപ്പെടുന്നു. അവിടെ ഇവിടെ ശരിക്കും നമ്മൾ ഈ റേസ് ചെയ്യുന്ന വോയിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നമ്മൾ ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കിവിടെ ടോം ഫ്ലെച്ചർ പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ആഗോള മാധ്യമങ്ങളെ ഏറ്റെടുത്ത് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് മുമ്പ് എത്രയോ മുമ്പ് ഈ പ്രാദേശിക മാധ്യമങ്ങളിലൂടെ ഇതിന്റെ വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു. പിന്നെ 2024 അല്ലെ 2023 ഒരു ഫലസ്തീൻ ഡിസ്കഷൻ എന്നുള്ള ഒരു മാറ്റം നമുക്ക് 2025 ഇപ്പം കാണാൻ പറ്റും. കാരണം ഗാർഡിയനിൽ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി പറയുന്നത് അവിടെ ട്രേഡ് ബ്ലോക്ക് ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻസ് ഏറെക്കുറെയൊക്കെ ഫലസ്തീൻ അതായത് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഇപ്പം ഇവരുടെ രാജ്യത്ത് നിന്നുള്ള ആളുകൾക്ക് തന്നെ ഏകദേശം നമ്മൾ പറയല്ലോ ഇപ്പം ഈ ഭക്ഷണത്തിനൊക്കെ പൊളിറ്റിസൈസ് ചെയ്യാന്ന് നേരത്തെ മിഥിലാജ് സൂചിപ്പിച്ച ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ശരിക്കും മനുഷ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ അതിന്റെ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ശരിക്കും അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ടുള്ള ഒരാൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കാരണം സാധാരണ നമ്മൾ ജനീവ കൺവെൻഷനിൽ തന്നെ ശരിക്കും യുദ്ധത്തിന്റെ ബേസിക്സ് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതിന് ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ശരിക്കും നമുക്ക് അതിന് വ്യാകരണം വെക്കാൻ പറ്റുന്നത്. അതിലപ്പുറമായിട്ട് അതിൽ പറയണ്ടേ ഫുഡ് വാട്ടർ എല്ലാം ഉള്ള അതൊക്കെ വാർ ക്രൈംസ് ആണെന്നുള്ള ഒരു സാധനം, അങ്ങനെ ഒരു സാധനം കൂടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു ക്രൂരതയോട് ശരിക്കും യോജിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവരിപ്പോൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ഹോബിയാക്കി മാറ്റാം. ഗോലാൻ പറഞ്ഞ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം അങ്ങനത്തെ ഒരു മനുഷ്യന് പോലും ശരിക്കും മാറി ചിന്തിക്കാൻ. അതുപോലെ മെഹദി ഹസൻ അൽ ജസീറയിൽ ഗാഡിയിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോമിനന്റ് ജേർണലിസ്റ്റ് ആണ് മെഹദി ഹസനും PS മോഗൻ ഒരു ഷോ ഉണ്ട്, ടോക്ക് ഷോ PS മോഗൻ അൺസെൻസേർഡ് പറഞ്ഞിട്ടുള്ള. അതിൽ തുടക്കകാലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മെഹദി ഹസനും PS മോർഗനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അതിൽ മെഹദി ഹസൻ എത്ര നമ്മൾ സ്റ്റേറ്റ് ചെയ്താലും PS മോർഗൻ പറയുന്നില്ല ഇപ്പം റഷ്യ ഉക്രൈൻ വാറിൽ നടക്കുന്ന ജനസൈഡാണെന്ന് പറയുന്നു, എന്നാൽ ഇസ്രായേൽ പലസ്തീൻ നടക്കുന്ന ജനസൈഡ് അല്ലാന്ന് PS മോർഗൻ പറയുന്നുണ്ട്. ആ PS മോർഗനും മെഹദി ഹസനും ഒരു 3-2 days ബാക്കിൽ അവർ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായി ഇതേ ഷോയിൽ അൺസെൻസേർഡ് ടോക്കിൽ. അതിൽ PS മോർഗൻ അത്രയ്ക്കും ഒരു പ്രോ ജൂയിഷ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിരുന്നു. ആൾ പറയുന്നുണ്ട്, ആൾ സമ്മതിക്കുന്നുണ്ട് അവസാനം ലൈക്ക് ഫലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന ജനസൈഡ് ആണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ വാർ ക്രൈംസ് ചെയ്യുന്നുണ്ട്, അതായത് ഭക്ഷണം വെള്ളം തടയുന്നു എന്നുള്ളത് തന്നെ വാർ ക്രൈംസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു പ്രോ സയനിസ്റ്റ് പ്രോ ജൂയിഷ് ആൾക്കാർ വരെ എന്താകുന്നുണ്ട്
തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒരു പറഞ്ഞാല് സമയമായി വരുന്നുണ്ട്. ഏതൊരു മനുഷ്യനും നമ്മളെ മുമ്പിൽ ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ മരിച്ചു വീണ് കിടക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സലി എന്നുള്ള കാര്യം സത്യം. പക്ഷെ അപ്പൊ മനസ്സിലാത്ത കുറെ വിഭാഗങ്ങൾ കിട്ടും. നമ്മുടെ ചുറ്റുപാടിൽ നോക്കിയാൽ തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ തിരിച്ചറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതായത് എന്താണ് സത്യം എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇത് ഇങ്ങനെ അല്ല എന്നുള്ള ഒരു സംഭവം. ഞാൻ അതിനിപ്പോ ഒരു സാധനം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ കേരള മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഈ വിഷയമായി ഒന്നും പറഞ്ഞിട്ടില്ലേ. അതിന്റെ താഴെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ശരിക്കും നമുക്ക് പേടിയാണ് അങ്ങനത്തെ ഈ ആൾക്കാർ മരിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ ഈ ഇങ്ങനെ ഭക്ഷണം കിട്ടാണ്ട് പോലും മരിച്ചു പോകുന്നു എന്നുള്ള ഒരു വാർത്തയിൽ അവിടെ ചിരിക്കുന്ന ഇമോജി ഇടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ നമ്മൾ ഇവിടെ ബസ്സിൽ പോകുമ്പോൾ അങ്ങാടി പോകുമ്പോൾ കാണുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു നമ്മുടെ ഈ ഒരു ക്ലോസ് ചുറ്റുപാടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രബുദ്ധരാണ് മലയാളികൾ, ലിറ്ററസിയാണ് നമ്മുടേത്. നോക്കി കഴിഞ്ഞാൽ സത്യത്തിൽ പ്രബുദ്ധത എന്താ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന സാധനം. നമ്മൾ പേടി വരികയാണ്. നമ്മൾ ശരിക്കും ഔചിത്യബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമ്മൾ അതായത് നമ്മൾ ഇനിയിപ്പോൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് അതേ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പെരുമാറാണ്. മരണ വീട്ടിൽ എന്നിട്ടൊരു കുട്ടി ചിരിക്കാൻ പാടില്ല എന്നുള്ളതും ഇതിപ്പോൾ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ക്രൂരതകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റിന് ഒരാൾ ഇടുന്ന സമയത്ത് അതിനടിയിൽ വരുന്ന കമന്റുകൾ പോലും നമുക്ക് ശരിക്കും ഇവിടെ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള കമന്റുകൾ. മീൻസ് എരന്ന് വാങ്ങിയതല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഇതാര് മീൻസ് അവിടെ ശരിക്കും പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരുപാട് ആൾ പട്ടിണി നടന്നിട്ട് നമുക്ക് മരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ ഒരു മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായല്ലോ, ഞങ്ങൾ അവിടെ ഹമാസിനോടോ അല്ലെങ്കിൽ ഇവരോടല്ല, അവിടെയുള്ള എല്ലാ കുട്ടികളും ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ ഇസ്രായേലത്തെ ഏതോ സ്കൂളിലത്തെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു, കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറബ് കുട്ടികളെ കണ്ട് എത്ര പേരുണ്ട് എന്ന്. അപ്പോൾ അതിൽ കുറേ പേര് കൈവക്കും. പിന്നെ അവർ അവസാനമായിട്ട് എവിടെ നിന്ന് കണ്ട്, അപ്പോൾ ഈ ജെറുസലേം അവർ പരിസരത്ത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു പരിസരത്ത് നിന്ന് അറബ് കുട്ടികളെ കണ്ട കുറേ, അതായത് ജൂയിഷ് സ്കൂളാണ്, ജൂയിഷ് സ്റ്റുഡൻസ് ആണ്, ചെറിയ കുട്ടികൾ, മാക്സിമം ഒരു 10-12 വയസ്സുണ്ടാവും. ആ കുട്ടികളുടെ ഒരു ക്ലാസ്സിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ അവർ ചോദിക്കേണ്ടത് അറബ് കുട്ടികളെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ അവരെ അടിക്കണം, അവരെ തൊയ്ക്കണം, തുപ്പണം, അങ്ങനെയുള്ള ഒരു ബ്രെയിൻ വാഷ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ കുട്ടികളെ. അതേപോലത്തെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ ഇതുണ്ട്, മിലിറ്ററി ഉദ്യോഗസ്ഥൻ ട്രീറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, എനിക്ക് സൈനികനാവണം, മിലിറ്ററി അഥവാ ഇസ്രായേൽ സൈനികനാവണം എന്ന് പറയും. എന്താ കാരണം? ഫലസ്തീനത്തെ കുട്ടികളെ, പെൺകുട്ടികളെ, നല്ല സുന്ദരിയായ പെൺകുട്ടികളെ എനിക്ക് റേപ്പ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഇസ്രായേലിലെ ഒരു ഫെസ്റ്റിവൽ അല്ലേ, ഹനൂക്ക ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ അടുത്ത് അൽ ജസീറയിൽ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ സംഭവം പറയുന്നത് എന്നു വെച്ചാൽ ഈ ഹനൂക്ക ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പോലും അവിടെ ശരിക്കും പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ സിവിലിയൻസിനോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു പൂരപ്പറമ്പിൽ എന്നിട്ട് എങ്ങനെയാണ് വെടിവെട്ടിക്കുന്നത്, അതേപോലെ ശരിക്കും വെടിക്കോപ്പുകൾ എടുത്തിട്ട് നിരപരാധികളായിട്ടുള്ള ആളുകൾ എങ്ങനെ നിരന്തരം വെടിവെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊല്ലുന്ന പട്ടാളക്കാർക്ക് എന്തിനാ കൊല്ലുന്ന ചോദിച്ചാൽ അവർക്ക് റീസൺ ഒന്നുമില്ല, ഒരു രസം. മീൻസ് ഇവർ ശരിക്കും അതിലൊരു ഫണ്ണായിട്ടുള്ള ഒരു എലമെന്റ് കാണുന്നുണ്ട് എന്നൊരു സാധനം കൂടെ അതിലേക്ക്. ഫോർമർ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു യോഗ് ഗാലന്റ് അങ്ങനെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ അതായത് ഫലസ്തീനത്തെ എല്ലാവരും ഞങ്ങൾക്ക് എന്താണ് ഹ്യൂമൻ അനിമലാണ് എന്നുള്ളത്. അവർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല, മനുഷ്യൻ മൃഗങ്ങളാണെന്ന്. എന്നിട്ട് അവർക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കൂല, ഞങ്ങൾക്ക് എന്താ മെഡിസിൻ കൊടുക്കൂല, അവരെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം. ആ ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ചും ഒരു ഗ്ലോബൽ നോർത്ത് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് ഒരു ഡിവൈഡ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ ഗ്ലോബൽ സൗത്തിൽ വരും, ഈ സെൻട്രൽ ഏഷ്യയും മിഡിൽ ഈസ്റ്റും ഒക്കെ ഗ്ലോബൽ സൗത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഗ്ലോബൽ സൗത്തിനെ ശരിക്കും ആൾക്കാർ കാണുന്നത് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു എന്താ പറയുക, രണ്ടാംകിട പൗരന്മാർ അല്ലെങ്കിൽ ഒരേ ഈക്വൽ സ്റ്റാറ്റസിലില്ലാത്തവർ. ഇത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു സിവിലൈസ്ഡ് ആയി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പ്രബുദ്ധരായി നമ്മൾ സ്വയം മേനി അടിക്കുന്ന ഒരു കാലം. അപ്പം ഈ 21st സെഞ്ച്വറിയിലെ നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മുടെ ഈ കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്, കൾച്ചറൽ സിവിലൈസേഷൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഏകദേശം 2 വർഷത്തിന് മേലായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക വംശഹത്യ ഇവിടെ നടന്നുകൊടുക്കുന്നത്. പ്രബുദ്ധരല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫലസ്തീനത്തെ ആൾക്കാർക്ക് ഏകദേശം 96% ആൾക്കാരും സാക്ഷരരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. വിദ്യാഭ്യാസം അല്ല, സാക്ഷരത ഒരിക്കലും പ്രബുദ്ധതക്ക് ഉള്ള ഒരു മാനാകുന്നില്ല. നമ്മൾ അതിലിപ്പോൾ ഈ പലസ്തീൻ കവിയായിട്ടുള്ള ഈ റഫാത്ത് അൽ അരീർ എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്. ആ കവി ഒരിക്കൽ കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ മകൾ പറയുന്നൊരു സാധനം, അതായത് മകൾ ലീന എന്നെങ്ങാനാണ് ആ മകളുടെ പേര്. അപ്പോൾ മകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത്ര ഈ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി ചോദിക്കുന്ന ഒരു സാധനമാണ്, ഈ
വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നിലക്കാന്ന് പറഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും ഇത് അവസാനിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണത്. കാരണം ഈ ചെറിയ കുട്ടികൾ പോലും ശരിക്കും ജനിച്ച് വളർന്ന് വീഴുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക്. റഫാത്ത് ഒരു ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. റഫാത്തിന്റെ അത്രയും ഫേമസ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്രയും പ്രചരിച്ചൊരു കവിത ഉണ്ടായിരുന്നു, ഇഫ് ഐ മസ്റ്റ് ഡൈ എന്ന് പറഞ്ഞിട്ട്. അതിലേറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാൽ അത് മുറിഞ്ഞു പോകാത്തൊരു കഥയാവട്ടെ, ഒരു പ്രതീക്ഷയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കവിത ഉണ്ട് റഫാത്തിന്റെ. അതുപോലെ നമ്മൾ പിന്നെയും നമ്മൾ പ്രത്യേകിച്ചും വിശപ്പ് എന്നുള്ള ആ ഒരു ഫാക്ടറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പബ്ലോ നെരൂദൻ്റെ ഒരു വരിയുണ്ട്, നിങ്ങൾ തെരുവിലേക്ക് നോക്കൂ, ഈ രക്തം കാണൂ, അല്ലെങ്കിൽ ഈ തെരുവിലേക്ക് വരൂ, ഇവിടെയുള്ള വിശപ്പ് കാണുന്നു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എല്ലാ യുദ്ധങ്ങളും നമ്മൾ എന്താ ഒരു പക്ഷികളും ഇടാതെ, പക്ഷേ നമ്മൾ ഉപയോഗിക്കാതെ നിരുപാധികം നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ യുദ്ധങ്ങളും എന്താവുന്നുണ്ട്, പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നതുള്ള. എല്ലാ യുദ്ധങ്ങളിലും അവിടെ ഒരിക്കലും ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ മിലിറ്ററിയും നമ്മൾ യുദ്ധമല്ല. ഒന്നുകിൽ ഒരു മിലിറ്ററിയും അവിടുത്തെ സിവിലിയൻസും, അല്ലെങ്കിൽ ഈ മിലിറ്ററിയും അവിടുത്തെ സിവിലിയൻസും. അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും അവസാനമായിട്ട് ദർവേഷിന്റെ കവിത ഉണ്ടല്ലോ, യുദ്ധങ്ങൾ അവസാനിച്ചു, അവസാനം നേതാക്കൾ കൈകൊടുത്ത് പിരിഞ്ഞു, ആരാണ് ഇതിന് വില കൊടുത്തതെന്ന് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പം അവിടെയുള്ള സിവിലിയൻസ് അത്രയും എന്താണ് അനുഭവിക്കുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ഈ ഗാസയുടെ സാഹചര്യത്തിൽ ഫലസ്തീൻ, നമ്മൾ ഗാസ മാത്രം പറഞ്ഞാൽ പോരട്ടോ, ഗാസ എന്നുള്ളത് ഫലസ്തീനുള്ള ഒരു സിറ്റിയുടെ പേരുണ്ട്. ഗാസയിൽ റഫ ഉണ്ട്, ജനീൻ ഉണ്ട്, അതുപോലെ ഖാൻ യൂനിസ് ഉണ്ട്. ഇതെല്ലാം ഒരു നമ്മൾ ഫലസ്തീനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യണം. ഗാസ അതിൽ ഇത്രയും കാലഘട്ടം കെട്ടുപോകാത്തൊരു പ്രതീക്ഷയായിട്ട് നിലനിൽക്കുന്നു. ബാക്കി റഫ നിരപ്പാക്കപ്പെട്ടു. അതെ, ഈ പ്രതീക്ഷയായിട്ട് നിൽക്കുന്നു നമ്മൾ പറയുന്ന സമയത്ത് ശരിക്കും കുറച്ചേലൊക്കെ ആളുകൾ ഇപ്പോഴും അവശേഷിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥത്തോടും മനസ്സിലാക്കണം. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഉള്ള ഒരാളുടെ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അയാൾ പറയുന്നുണ്ട് അയാളുടെ വീട് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാണ്ടുള്ള ഒരു ഫോട്ടോ അയാൾ ഇടുന്നുണ്ട്. അയാൾ ശരിക്കും ആ ഒരു പലസ്തീനിൽ ജീവിക്കുന്ന അവിടുത്തെ മനുഷ്യനാണ്. അപ്പോൾ അയാൾ പറയുന്നത് അതിന് മുമ്പ് അയാൾക്ക് വീട് ബാക്കിലുണ്ട്. ഇപ്പം ഈ അടുത്തൊരു പ്രശ്നം നടന്ന സമയത്ത് ഇയാളുടെ വീടൊക്കെ തകർന്നടിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഇയാൾ ഇങ്ങനെ വെച്ചിട്ട്, പക്ഷെ അപ്പോഴും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന മൂപ്പരുടെ ആ ഒരു പ്രൊഫൈലിലൂടെ നമ്മളിങ്ങനെ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയധികം ഉണ്ടായിട്ടും ഇയാളുടെ ഒരു മനക്കരുത്തുണ്ട്, വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു സാധനം. നേരത്തെ ഈ സത്യത്തിൽ ഫലസ്തീൻ ആൾക്കാർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ജയം തന്നെയാണ് അത്. അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഫലസ്തീനിലെ ഉമ്മമാരെ കുറിച്ച് പറയലുണ്ട്. ഫലസ്തീനെ സിംബൽസുകളായിട്ട് നമ്മൾ പറയുമ്പോൾ കഫീനൊക്കെ നമ്മൾ സിംബൽസ് പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു സാധനമാണ് ഫലസ്തീനിൽ താക്കോല്. ഈ എല്ലാ ഉമ്മമാരും അവരുടെ പഴയ വീട്, അത് ഫലസ്തീൻ ഓടിക്കപ്പെട്ട അല്ലെങ്കിൽ നക്ബകളിലൊക്കെ പുറന്തള്ളപ്പെട്ട കുറെ ഉമ്മമാരുണ്ട്. അവരുടെ കയ്യിൽ എല്ലാവരുടെ പഴയ വീടിന്റെ താക്കോൽ ഉണ്ടാവുന്ന പറയുന്നത്. എന്തെങ്കിലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും, അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് അവർ ആ താക്കോലിനെ കൊണ്ടു കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനെ നമ്മൾ പ്രത്യേകിച്ചും ഈ പ്രോ സയനിസ്റ്റ് ആ മിനിസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ആരും അതായത് ജനങ്ങളെ ഭരിക്കുന്ന ആൾക്കാർ ഒരിക്കലും പറഞ്ഞുകൂടാന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അതാണ് ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് എന്ന് വരുന്നത്. നമ്മൾ നേരത്തെ റഫനെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിസ്റ്റർ പറയുന്നുണ്ട്, റഫ ഞങ്ങൾ നിരപ്പാക്കി, അതുപോലെ ബാക്കി ഫലസ്തീൻ ഞങ്ങൾ നിരപ്പാക്കും. അത് നമ്മൾ ഓർമ്മ ഉണ്ടാവും, ഓൾ ഐസ് ഓൺ റഫ പോസ്റ്റർ ഇട്ടുണ്ടായിരുന്നു. അന്ന് റഫ എല്ലാവരും റഫയിലേക്ക് തള്ളപ്പെട്ട് നമ്മൾ ഈ എല്ലാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും, അതായത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഓർഗനൈസേഷൻ പറയുന്ന കാര്യമാണ് ലോകത്ത് ഏറ്റവും വലിയ ഓപ്പൺ ജയിലാണ് ഈ ഗസ എന്ന് പറയുന്നത്. കാരണം അത്രയും ആൾക്കാർ, വലിയൊരു പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് എല്ലാ ഭാഗത്തുള്ള ഫലസ്തീനുള്ള ആൾക്കാരും ഗസ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു തുരുത്താണ്. ആ ചെറിയൊരു ഭാഗത്തേക്ക് എല്ലാവരെയും അങ്ങോട്ട് തള്ളിയിട്ട് അവരുടെ ആ ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമ്മൾ പറയുന്നത്, എന്നിട്ട് എല്ലാ ഭാഗവും ചുറ്റുക, എല്ലായിടത്തും എന്താണ് പട്ടാളം. ഇതടുത്ത് വന്ന് ഇസ്രായേൽ മിനിസ്റ്ററിൻ്റെ തന്നെ പുറത്തുവിട്ടൊരു മാപ്പ് ഉണ്ടായിരുന്നു. ഫലസ്തീനെ 4 വിഭജിക്കുന്നു, അതിൽ ഇടയിലെല്ലാം മിലിറ്ററി വരുന്നു, ചെറിയൊരു ഭാഗമായിട്ട് ഫലസ്തീൻ അവശേഷിക്കുന്നു എന്നുള്ളൊരു സാധനം. ഈ അൽ ജസീറയുടെ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. ആ ഡോക്യുമെൻ്ററിയുടെ പേര് തന്നെ ശരിക്കും വിചാരണരഹിത തടവുകാർ എന്ന് പറഞ്ഞാണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററി നമ്മൾ കാണുന്ന സമയത്ത് അതിൽ ശരിക്കും ഒരു 3 പലസ്തീനുകൾ ഇങ്ങനെ ഒരു കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ പട്ടാളക്കാർ വന്നിട്ട് ഇവരിങ്ങനെ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലായിട്ട് ഇവരിങ്ങനെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ശരിക്കും ഈ മനുഷ്യന്മാരെ നോക്കുന്ന സമയത്ത് ഈ പട്ടാളക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ യാതൊരു വിധത്തിൽ ഉപദ്രവം ഏൽപ്പിക്കാതെ നടന്നു പോകുന്ന കടൽ തീരത്തിലൂടെ സ്വതന്ത്രമായിട്ട് നടന്നു പോകുന്ന 3 മനുഷ്യന്മാരെ വെറുതെ വെടിവെച്ചിട്ട് കൊല്ലുന്ന ഒരു സാധനമാണ് ആ ഡോക്യുമെന്ററിയിൽ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അതിൽ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ യാതൊരു വിധത്തിലും പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, യാതൊരു വിധത്തിലും അവർക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്നില്ല, മീൻസ് ഒരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല.
നമ്മൾ സാധാരണ കുട്ടികളെ കൊല്ലുന്നതിന് ന്യായീകരണങ്ങൾ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കുട്ടികൾ പോലും അല്ല, മീൻസ് അതായത് അങ്ങനത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ പോലും ഇങ്ങനെ വെറുതെ കൊല്ലുന്നു. അതായത് കുട്ടികളെ പോലും വെറുതെ കൊല്ലുന്ന ആളുകൾ പിന്നെ ഈ പറയുന്ന ആളുകളെ അത് ഈ ഓസ്കാറിൽ വിന്നിങ് ആയ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, നോ അതർ ലാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല. അത് ഫലസ്തീനിലെ മസാഫറി എത്താന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉള്ള അവിടെ എക്സ്പൾഷൻ എങ്ങനെ നടക്കുന്നു, ആൾക്കാരെ അവിടെ സെറ്റിൽമെൻറ്റ് ഇല്ലീഗൽ സെറ്റിൽമെൻറ്റ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു പേര് ഞാൻ മറന്നു ഡയറക്ടേഴ്സിൻ്റെ, ഒരു ഫലസ്തീനിയും അതുപോലെ ഒരു ഇസ്രായേലും ആയിട്ടുള്ള 2 പേര് ചേർന്നിട്ട് എടുത്തൊരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ പറയുന്നുണ്ട് അതിൽ എങ്ങനെയൊക്കെ ആൾക്കാരെ പുറന്തള്ളുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മിലിറ്ററി വന്നിട്ട് ഇതാക്കുന്നു എന്നുള്ളത്. ആ ഒരു ഓസ്കാർ വിന്നിങ് സ്റ്റേജിൽ ഇയാൾ ഈ ഇസ്രായേലി ആയിട്ടുള്ള ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഈ കോ ആയിട്ടുള്ള ആളും ഞങ്ങൾ 30 മിനിറ്റ് ദൂരത്തിലാണ് ഞങ്ങൾ രണ്ടാൾ താമസിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് ഒരു സിവിലിയൻ ലോൺ അണ്ടറിലാണ്, ഇവർ ജീവിക്കുന്ന ഒരു മിലിറ്ററി ലോൺ അണ്ടറിലാണ്. എനിക്ക് ഇന്ന പവേഴ്സ് ഉണ്ട്, എനിക്ക് ഇന്ന റൈറ്റ്സ് ഉണ്ട്, ഇവർക്ക് അതൊന്നും ഇല്ല. ഇവർക്ക് സഞ്ചരിക്കാനുള്ള എന്താ പറയുക അവകാശം പോലും ഇല്ല. രണ്ടാളും ജീവിക്കുന്ന ഒരു 30 മീറ്റർ ഭാഗത്ത്. നമ്മൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ വില്ലേജ് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, മക്ലുഹാന പറഞ്ഞു തോന്നുന്നു. നമ്മളെ എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഒന്നാകുന്ന അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബൽ ജസ്റ്റിസ് നമ്മൾ ബോർഡേഴ്സിനെ അങ്ങ് മാച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല, ഒരു തിയറിറ്റിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ബോർഡർലെസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബോർഡർലെസ് സൊസൈറ്റിയിലേക്കൊക്കെ നമ്മൾ മാറുകയാണെങ്കിൽ എല്ലാവരും ശരിക്കും ബോർഡേഴ്സാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്ര സ്ഥലം വേണം, രാജ്യം വികസിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന 2 മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ 2 നാടുകളുടെ ഇടയിൽ 2 കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഒക്കെ നമ്മളിങ്ങനെ മതിൽ കെട്ടുകയാണ്. ആ മതിലുകളാണ് അല്ലെ ആ മതിൽ കെട്ടുന്നത് പ്രശ്നമാകുന്നത്. രാഷ്ട്രം വേണം, ഒരു സോവറിനിറ്റി സ്റ്റേറ്റ് ഓഫ് ലാൻഡ് ഒക്കെ വേണ്ടി വരും. ഒരു കവിത ഉണ്ടല്ലോ, അതായത് ഗുഡ് ഫെൻസസ് മേക്സ് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്ന ഒരു കവിത കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അതിരുകൾ എന്ന് പറയുന്നത് ഒരു ബാരിയർ മാത്രമല്ല എന്നുള്ള സാധനം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ ഒരു കാര്യത്തിൻ്റെ ഒരു ലിമിറ്റ് വേണം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ. മെയ് 28 ലോക വിശപ്പ് ദിനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് വരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ 1977 ദ ഹങ്കർ പ്രൊജക്റ്റ് ആണ് ശരിക്കും 2011 മുതൽ ലോക വിശപ്പ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു ഡേ ആചരിക്കുക എന്നുള്ളതിലപ്പുറമായിട്ട് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ദാരിദ്ര്യം, പട്ടിണി കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതും ആളുകളുടെ ഇടയിൽ ഇതിന്റെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഈ വേൾഡ് ഹങ്കർ ഡേ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിശപ്പ് ദിനത്തിന്റെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ ശരിക്കും വിശപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് പ്രത്യേകിച്ച് അമ്മമാരുടെ വിശപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു. എനിക്ക് അപ്പം ഒരു കഴിഞ്ഞ വർഷത്തേത് അതായത് അമ്മമാരിലെ വിശപ്പ് മാറ്റുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടുകൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ കുട്ടികളിലേക്ക് കൂടെ പോഷകാഹാര സമൃദ്ധമായിട്ട് ഭക്ഷണം കിട്ടുന്ന എന്താ പറയാ ദാരിദ്ര്യത്തിന്റെ സൂചിക തയ്യാറാക്കാറുണ്ടല്ലോ പട്ടിണി. അതിലൊക്കെ അതിന് പ്രധാനപ്പെട്ട ടൂള് എന്ന് പറഞ്ഞാൽ അത് എന്ത് വെച്ചിട്ടാണ് അളക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതിൽ പറയുന്നുണ്ട്, അതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികളെ ഒന്ന് അവർക്ക് പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത് ഉയരത്തിനനുസരിച്ചുള്ള ഭാരം ആ കുട്ടിക്കുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താണ്, എത്ര ആൾക്കാർ ഈ 5 വയസ്സിനുള്ളിൽ മരണപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ടാണ് ഈ സൂചിക അളക്കാറുള്ളത്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഫലസ്തീനത്തെ അവസ്ഥ ഈ മാൽന്യൂട്രീഷൻ, പോഷകാഹാരം ഒക്കെ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം പോലും ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കണക്ക് പുറത്തു വന്ന സമയത്ത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ കുട്ടികൾ നമ്മൾ സാധാരണ അല്ല ശിശുമരണം എന്നൊക്കെ പറയലുണ്ടല്ലോ, ശിശുമരണം എന്നുള്ളതിലപ്പുറമായിട്ട് ജനിക്കുന്ന സമയത്ത് മീൻസ് വൈകല്യങ്ങളോട് കൂടിയിട്ട് ഓൾറെഡി മരിച്ചു വീഴുന്ന കുറെ കുട്ടികളുണ്ട്, ജന്മനാ ഡയറക്റ്റായിട്ട് മരിച്ചു പോകുന്ന മീൻസ് വളരാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നടത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പേർട്ടിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആ ടോക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും അവിടെ ആളുകളിലേക്ക് ഒരു 200 ട്രക്കേലും ഫുഡ് എത്തിക്കഴിഞ്ഞാലാണ് പ്രോപ്പർ ആയിട്ടെങ്കിലും മീൻസ് എന്ന് പറഞ്ഞാൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ഫുഡ് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. യാതൊരു വിധ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത രൂപത്തിലേക്കെങ്കിലും. പക്ഷെ അതുപോലും പ്രോപ്പറായിട്ട് അവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇനി അവിടേക്ക് എത്തുന്ന ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ചർച്ച ചെയ്യണല്ലോ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡൊക്കെ അവിടെ ബാരിയർ ചെയ്തിട്ട് അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എത്തുന്ന ഫുഡിന്റെ കാര്യം എന്താ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുഡ് മാത്രമല്ല ശരിക്കും അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രമാണ് ശരിക്കും ഫുഡ് വരുന്നത്. ഈ ഫുഡിന്റെ ആളുകളിലേക്ക് പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാനും പറ്റുന്നില്ല. എനിക്ക് അവിടെ കണക്ക് പറയുന്ന അനുസരിച്ച് 120ഓളം പൊതു അടുക്കളകൾ നമ്മൾ പറയില്ല, എന്താ പറയാ എല്ലാവർക്കും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺസ് എന്ന് പറഞ്ഞു.
അവിടെ വിളമ്പുന്ന സൂപ്പ് കുടിക്കാൻ വരുന്ന ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ അൽ ജസീറയുടെ പോലുള്ള ചാനലുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏത് ചാനലിലെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതടുത്ത് ഇപ്പം ഈ ഒരു ഇന്റർനാഷണൽ പ്രഷർ വന്നല്ലോ, അതായത് ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ ശേഷം അത് 100ഓളം ട്രക്കുകൾ അവിടെ ബോർഡറിൽ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം 1-2 ചുരുങ്ങിയ ട്രക്കുകൾ നമ്പേർഡ് ആയിട്ടുള്ള നമ്മൾ വിരലുണ്ടാവുന്ന ട്രക്കുകൾ അകത്തേക്ക് വിട്ടു. അത് തന്നെ എത്രത്തോളം ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, റിലയബിൾ ആണോ എന്നുള്ളതും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് പറയുന്നുണ്ടായിരുന്നു അതിൽ ഗാസനെ ഒരു ടോട്ടലി എന്താക്കുന്നുണ്ട്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നോർത്ത് സൗത്ത് ഇങ്ങനെ കുറേ ഭാഗങ്ങളാക്കിയിട്ട് ഏറ്റവും ആൾക്കാർ കൂടി പോപ്പുലസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം നോർത്താണോ സൗത്താണോ അതിലേതൊരു ഭാഗത്തായിട്ടാണ് ഈ ആൾക്കാർ മൊത്തം ഉള്ളത്. പക്ഷേ ഈ ട്രക്കുകൾ പോകുന്നത് നേരെ ഭാഗത്ത്, അതായത് ഈ ട്രക്ക് ഒരു ഭാഗത്തേക്ക് പോയാൽ അത്രയും ആൾക്കാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാതെ ഏറ്റവും ചുരുങ്ങി ഔട്ട് നമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉപകാരപ്പെടുന്ന കോലത്തിലേക്ക് ട്രക്കുകൾ പോകുന്നത് അങ്ങനത്തെ ലൊക്കേഷൻസുകളിലാണ് കാണുന്നത്. അറിയില്ലെങ്കിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ഏകദേശം 20 ലക്ഷത്തോളം ജനസംഖ്യ എന്നൊക്കെ കണക്ക് കൃത്യം അറിയില്ല. അതിൽ 9 ലക്ഷത്തോളം ആൾക്കാരും എന്താണ് സത്യത്തിൽ ഈ പൊതു കിച്ചണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി കിച്ചൺസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഈ പല സമയത്തും ഇത് ആക്രമിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തകർന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഇനിയിപ്പം തകർന്നു പോകുമ്പോൾ സാധനങ്ങളുണ്ടാവും, മാർക്കറ്റുകളെ നമ്മൾ നോക്കണമല്ലോ, മാർക്കറ്റുകളിലൊന്നും സാധനങ്ങൾ പോലും അവിടെ 3000% അധികം വിലയിലൊക്കെയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അതായത് 25 കിലോന്റെ ഒരു എന്താ പറയുക റൊട്ടി, പ്രധാനപ്പെട്ട ഭക്ഷണം, ഏറ്റവും പൈസ ഇല്ലാത്തൊരു സാധനമായിരിക്കും ആ റൊട്ടി, മൈദ മാവ് എന്ന് പറഞ്ഞ സാധനം. അതിനൊക്കെ $350 എന്നൊക്കെ പറയുന്ന സംഖ്യക്കാണ് വിൽക്കുന്നത്. ഈ കച്ചവടക്കാർ എന്ത് കൊണ്ടുവന്ന് വെക്കാൻ കച്ചവടക്കാർക്കൊക്കെ കഴിയണമില്ലേ, കച്ചവടക്കാരും നിസ്സഹായരാണ്. ഈ 2012 നമ്മളെ ഇതിനു മുമ്പത്തെ UN-ന്റെ ജനറൽ സെക്രട്ടറി നമ്മളെ ബാൻ കി മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹമാണ് ശരിക്കും ഈ ഹങ്കർ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു സാധനമായിരുന്നു ഈ സീറോ ഹങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ചലഞ്ച്. ഇപ്പൊ ഈവൻ SDGയിലെ മെയിൻ പോയിന്റ് ആയിട്ടാണ് സീറോ ഹങ്കർ ശരിക്കും അങ്ങനെ ഫസ്റ്റ് തന്നെ പറയുന്നത്. ഗോളിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒന്നാമത് പറയുന്നത് തന്നെ ഈ പോവർട്ടി ഹങ്കറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നമുക്കിപ്പോൾ അവരുടെ സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലോകത്ത് 828 മില്യൺ ആളുകൾ പട്ടിണി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ 349 മില്യൺ ആളുകൾ സിവിയർ ആയിട്ടുള്ള ഹങ്കർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അത്രയും തീവ്രമായിട്ടുള്ള പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും സീറോ ഹങ്കർ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൂടെ, കാരണം നമ്മളിങ്ങനെ ശരിക്കും നമ്മൾ കുറേ സാധനങ്ങൾ ഇപ്പം നമ്മൾ ഫുഡ് ആചരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ വിശപ്പ് ദിനം ആചരിക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ കുറേ ഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഈ എത്തിയ ആളുകൾ തന്നെ എത്രമാത്രം ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ഫലസ്തീനിലെ ഈ സാധനത്തെ നമ്മൾ ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. സത്യത്തിൽ ഗവൺമെന്റും അത് ഒന്നും എന്താ പറഞ്ഞാൽ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഗവൺമെൻറ് അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നിടത്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിൽ ഇൻ്റർനാഷണൽ പവേഴ്സ് അതിൽ ഇടപെടുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്, ഓർഗനൈസേഷൻ ഇടപെടുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ കക്ഷികളുണ്ടല്ലോ, പവറായി കിടക്കുന്ന അമേരിക്ക പോലെയാണ്, ഇവരൊന്നും ഇതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതിനെ കൂടി ചേർത്ത് പറയാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട സാധനം, ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പലസ്തീൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പലസ്തീനുകളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ അവിടേക്ക് എത്തേണ്ട ഭക്ഷണങ്ങൾ എത്തിക്കാതെ തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അതേ സമയത്ത് വേറെ കണക്കുകൾ പറയുന്നത് അനുസരിച്ചിട്ട് ഈ ഹൈ ഇൻകം സാലറീസ് ഒക്കെ അല്ലെങ്കിൽ നമ്മളെ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന പല രാജ്യങ്ങളിലും ഫുഡ് നന്നായിട്ട് വേസ്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്. ഏകദേശം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ 40% ഫുഡ്സ് വേസ്റ്റ് ആക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അങ്ങനത്തെ കൺട്രീസിലേക്ക് നോക്കണമെന്നില്ല, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുക. നമ്മളിപ്പോൾ ഇവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ, അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമുക്ക് ശരിക്കും പല പർപ്പസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കേസ് വരെയാണ്, ഞാൻ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4ാം പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സേർ ഏറെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് നിന്ന് ഉൾവിളി നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിങ്ങനെ പറയും എൻ്റെ കുടൽ കരിഞ്ഞിട്ട് മണക്കണമെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒരു സാധനം എന്നാൽ നേരെ മറിച്ചിട്ട് എനിക്കൊക്കെ തോന്നുന്ന ഒരു സാധനം കേട്ടോ, ഞാൻ ക്ഷമിക്കും ഇതിനെ അങ്ങനെ എനിക്കറിയില്ല. രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, എനിക്കൊരു കുറ്റബോധം തോന്നും. അത് ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞോട് കുറ്റബോധം ഒന്നല്ല, ഇന്ന് കഴിച്ചില്ലല്ലോ അങ്ങനെ ഒരു സാധനം. അപ്പം ഈ നമ്മൾ ഭക്ഷണം നമ്മൾ എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന സാധനത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ഒരു ഭാഗത്ത് ആളുകൾ ഭക്ഷണം കിട്ടാണ്ട് അതിനു വേണ്ടിയിട്ട് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, തൊട്ടപ്പുറത്ത് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കുകയും
അത് ലാവിഷായിട്ട് തന്നെ വേസ്റ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്മാർ കൂടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഈ റൊട്ടിയൊക്കെ നമ്മൾ പെറുക്കുന്നത് കാണണം ഫലസ്തീനിലല്ലേ. അല്ല അവിടെ ഈ എയ്ഡുകൾ നമ്മൾ പാരച്യൂട്ടിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന കുറേ വിഷ്വൽസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് അടുത്ത് ഞാൻ കണ്ടൊരു ഫോട്ടോ ആയിരുന്നു, ഒരു സാക്ക് ഓഫ് ഫ്ലോറും മൈദപ്പൊടി ആയിട്ട് പോയിന്ന്, അത് ഇതിങ്ങനെ എയ്ഡ് വന്ന് ഇറങ്ങുന്നു, സഹായം വന്ന് പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങുന്നു, ആൾക്കാർ ഓടുന്നു. അങ്ങനെ മുമ്പൊരു വിഷ്വൽ ഉണ്ടായിരുന്നു, ഇസ്രായേൽ മിലിറ്ററി കടലിലേക്ക് ഇങ്ങനെ വരുന്ന ആൾക്കാരെ വെടിവെക്കുന്നത്. ഞാൻ കണ്ടൊരു വിഷ്വൽ ഇതെങ്ങനെയായിരുന്നു, അത് ഒരു ചാക്ക് മൈദപ്പൊടിയായിട്ട് ഓടുന്ന ആളാടെ എന്താണ് മരിച്ചു കിടക്കുന്നു, വെടിവെച്ച് കൊല്ലപ്പെട്ട് കിടക്കുന്നു. ആ മൈദപ്പൊടി എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള എന്താ പറയാ, നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ, എന്ത് പറയണമെന്നുള്ളേ. അങ്ങനെ ആൾക്കാരെ അങ്ങനെ ഒരു എന്താ പറയാ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റൊട്ടി പഴകിയ റൊട്ടിയാണ്, ഒരുപാട് കൂട്ടം കൂടി ഇതേപോലെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ കഴിയാതെ റൊട്ടി കേടുവന്ന് പോയതായിരിക്കാം ആളുകൾക്ക് വിതരണം ചെയ്യാൻ പറ്റാണ്ട്. എന്നിട്ട് ആ കേട് വന്ന ആ റൊട്ടി കൂട്ടത്തിൽ നിന്ന് ഒരു ആളിങ്ങനെ റൊട്ടി ഇങ്ങനെ കളക്ട് ചെയ്ത് അതിൽ ഏറ്റവും നല്ലത് നോക്കി കളക്ട് ചെയ്യുന്ന സന്ദർഭം ഈ ഫലസ്തീനിലെ ഒരു ചിത്രത്തിൽ ഞാൻ നമ്മൾ ഇവരുടെ ഈ വീഡിയോസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം അങ്ങനെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ആ സ്റ്റോറിയിൽ തന്നെ ആ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമ്മൾ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത്. അതായത് ഇവർ ഒരുപാട് നേരം ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ഒരുപാട് ദിവസം കാരണം ഡയറക്റ്റായിട്ട് കൊടുത്തുള്ളൊരു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞിട്ട് പോലും കൊടുക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫലസ്തീനിൽ ഒരു ബേസിക്കായി WHO പറയുന്നത് ഒരാൾക്ക് 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനും കാര്യത്തിനും ആവശ്യത്തിനും വേണം, അല്ലെങ്കിൽ 15 ലിറ്ററോളം വേണം ഒരാൾക്ക് മിനിമം. ഈ ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഒരു ലിറ്ററോ 1.5 ലിറ്ററൊക്കെ ആയിട്ടാണ് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഭക്ഷണത്തിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമായിരിക്കും. അല്ല, ഇത് നമ്മൾ എല്ലാ ഫാക്ടേഴ്സും മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെയും ഭക്ഷണവും വെള്ളമൊക്കെ ഒരു മനുഷ്യാവകാശം എന്നുള്ള ആ ഒരു ഫാക്ടറും മാറ്റി വെച്ചിട്ട് ഇപ്പം അനിവാര്യമായ യുദ്ധങ്ങളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെടുന്നു, അവിടെയും നമ്മൾ ഇൻ്റർനാഷണൽ എല്ലാ നിയമങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ UN സെക്യൂരിറ്റി 7 സെക്യൂരിറ്റികൾ പറയുന്നുണ്ട് UN. അതായത് ഒരു യുദ്ധത്തിൽ പാലിക്കേണ്ട പൊളിറ്റിക്കൽ സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, വാട്ടർ സെക്യൂരിറ്റി, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള UN-ഉം അതുപോലെ ബാക്കി ഐക്യരാഷ്ട്ര ഇൻ്റർനാഷണൽ ലോസ് എന്തെല്ലാം പറയുന്നുണ്ടോ ആ എല്ലാ സംഭവങ്ങളും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് എന്നുള്ള. അതായത് ഒരു നിയമങ്ങളും അംഗീകരിക്കാതെ നമ്മൾ യുദ്ധം എന്ന് പോലും വിളിക്കാൻ പറ്റാതെ നമ്മൾ ഇതിന് വംശഹത്യ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെയും. പക്ഷെങ്കിൽ ഇതിനെ ഒരു എന്താ പറയുക ഒരു മെയിൻ സ്ട്രീം ഉണ്ടാവുമല്ലോ, മീഡിയാസ് ആയാലും നമ്മൾ പിന്നെ യുദ്ധം തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷെ എവിടെയാണ് യുദ്ധം എന്ന് പറയുകയാണെങ്കിൽ 2 ആൾ കൂട്ടിമുട്ടണം, ഇവിടെ ഒന്നുമില്ല. ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു സംഭവമാണ്. അതെ, പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട യുദ്ധങ്ങളുടെ നരേറ്റീവുകളൊക്കെ മാറ്റിയിരുത്തുന്ന രൂപത്തിലുള്ള ചില സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പം പരിചയിച്ചാൽ കേട്ടറിയുന്ന. അപ്പം അതായത് ഇപ്പം നമ്മൾ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ബോംബുകൾ ഇതിന് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഈ ലോകയുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ ഒക്കെയാണല്ലോ നമുക്ക് ശരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു സാധനം. അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഉണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ ടൂൾസ് മാറുന്നുണ്ടെന്ന് മാത്രമല്ല ഈ തിരിച്ചടിക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു സാധനം പറയുമ്പോൾ ഈ പലസ്തീനിൽ ഇപ്രാവശ്യം സ്കൂളുകൾ തുറക്കില്ല, അല്ലെങ്കിൽ സ്കൂളുകൾ ഉണ്ടാവില്ല, കാരണം പഠിക്കാൻ കുട്ടികളില്ല, ആ കുട്ടികളൊക്കെ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു സാധനം സങ്കടകരമായിട്ടുള്ള കുറേ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഠിക്കുക ഒരു ഇനി വളർന്നു വരാനൊരു ജനറേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സ്ഥലത്തിൽ വെച്ചിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം, നമ്മൾ യുദ്ധം അധിനിവേശം കടന്നാക്രമണം എന്നൊക്കെ നമുക്ക് പറയാം, അതാണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഉണ്ട്. ഇതിൽ എന്താ പറയുക ഇൻ്റർനാഷണൽ എന്താ പറയുക ക്രിമിനൽ കോർട്ടുകളൊക്കെ സത്യത്തിൽ നെതന്യാഹുവിനൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പോലും. അല്ല, ICJ നെതന്യാഹുവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും അങ്ങനെ ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പം കുറെ കൺട്രീസ് പ്രഖ്യാപിക്കുന്നുണ്ട്. യൂറോപ്പിൽ തന്നെ കുറെ കൺട്രീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ US തന്നെ കുറെ, US പിന്നെയും യുണൈറ്റഡ് ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലോ, അവരെ കുറെ സ്റ്റേറ്റ്സിനെ മേയേഴ്സ് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇവര് ഇസ്രായേൽ മിനിസ്ട്രിയിലുള്ള ആരെങ്കിലും ഞങ്ങളെ സംസ്ഥാനത്ത് കാലുകുത്തിയ ഞങ്ങളാരും അറസ്റ്റ് ചെയ്യുന്നുള്ള. അതുപോലെ കുറെ യൂറോപ്പിന്റെ കുറെ യൂറോപ്പിലുള്ള കുറെ കൺട്രീസിന്റെ തലവന്മാരും പറയുന്നുണ്ടായിരുന്നു ഇവരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെ സ്വാഗതം ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പിന്നെയും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഇസ്രായേലിലേക്ക് ഇങ്ങനെ പിന്നെയും സഹായം വരുന്നു. ആൻറ്റി സെമിറ്റിക് ഒരു നമ്മളിപ്പോൾ ഇസ്രായേൽ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ഗ്ലോബൽ നരേറ്റീവിൽ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ നമ്മൾ ആൻറ്റി സെമിറ്റിക് ടോക്കാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. നമ്മൾ എന്താ പറയുക
ജൂതവിരുദ്ധ സംസാരം എന്നൊക്കെ പോകും. പക്ഷെങ്കിൽ നമ്മൾ ജ്യൂസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജ്യൂസ് ഉണ്ട്, അതുപോലെ സാനിസ്റ്റുകളുണ്ട്. നമ്മൾ ഈ പ്രോ സാനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അവിടെ ശരിക്കും ഈ ഇപ്പോഴത്തെ ഈ അല്ലറബ് എന്ന് പറഞ്ഞിട്ട് അല്ലറബ് ടി വിയിൽ വിട്ടിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു ഭാഗം സന്ദർശിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ സാധാരണ ഏറ്റവും വലിയ തടവറ ഗോണ്ടനാമോ തടവറ എന്നൊക്കെ പറയില്ലേ, അവിടെ ഉള്ളതിനേക്കാൾ മീൻസ് ഏറ്റവും ഭീകരരായിട്ടുള്ള പുള്ളികളെയൊക്കെ നമ്മൾ പിടിച്ചേക്കുന്നത്. സോ അവിടെയുള്ള ചെല്ലുന്ന സമയത്ത് ആ ഗോണ്ടനാമോ തടവറയിലുള്ള അവസ്ഥയേക്കാൾ ഭീകരമാണ് അവിടെ മനുഷ്യന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ എന്നുള്ളതാണ്. കാരണം നേരിട്ട് അവിടെ അനുഭവിച്ച ആളുകൾ, നമ്മൾ പിന്നെ പറയുന്നു, മനുഷ്യത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സലിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ മനസ്സലിയാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവരിതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും അവരെന്നിട്ട് ഇത് ഇനിയും നടത്തണം എന്നുള്ളതും ഞങ്ങളെല്ലാ ആളുകളെയും ചുട്ടു ചാമ്പലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു മോട്ടീവ് എന്താണെന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം മിഥുവിനെ അല്ലെങ്കിൽ ഷെമീനെ ഞാൻ ആരെങ്കിലും ഒരാൾ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിനെനിക്കൊരു മോട്ടീവാണ്. മീൻസ് എന്നെ ഇനി തിരിച്ചടിക്കൂല എന്നുള്ളതും എന്നെ ഇനി തിരിച്ചടിക്കാൻ പറ്റാത്തൊരു ജനതയാണ് ഞാൻ വീണ്ടും വീണ്ടും അടിക്കുന്നത് എന്ന് അറിയുന്ന സമയത്ത് എന്ത് പ്ലഷറാണ് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ശരിക്കും നമ്മൾ സ്വന്തം ചോദിക്കേണ്ടതുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതും ഒരാളെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മളിപ്പം പിന്നെയും വിശപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരണം എന്നുള്ളത്. കാരണം വിശപ്പിന് അത്രയും നമ്മൾ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു ബേസിക് ഹ്യൂമൻ നെസസിറ്റിക്ക് ഒരു നീഡിന് അത്രയും പ്രാധാന്യമോ, അല്ലെങ്കിൽ നമ്മൾ എത്ര ക്രൂരന്മാരാണെങ്കിലും നമ്മുടെ അപ്പുറത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ഒരാളിപ്പം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്ക് വെള്ളം കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതിലുള്ള. അതെ, നമ്മളിപ്പോൾ ശരിക്കും ഇങ്ങനെ പറയലുണ്ട്, ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയലുണ്ട്. ഇപ്പോൾ ഇവൻ നമ്മളൊരു അറവ് മൃഗത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവസാനമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇതിനെ കൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ബലിയിറക്കുന്ന സമയത്ത് പോലും അതായത് വെള്ളം കൊടുക്കണമെന്നും വേദന ഇല്ലാണ്ടാവണമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കണില്ല, ഭക്ഷണം കിട്ടാതെ പട്ടിണി കടന്ന് മരിക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഷോട്ട് ചെയ്തിട്ട് മരിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അത്രയും നേരത്തെ ആ സ്റ്റാവേഷന്റെ മൊത്തം വേദന ഭീകരത മൊത്തം അനുഭവിക്കുകയും എന്നിട്ട് അവസാനം ഒന്നും ഇതടുത്ത് TRT വേൾഡിൽ വന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനത് ഒരിക്കലും സത്യമല്ല, ഈവൻ ജനറേറ്റഡ് ആണോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചു. കാരണം ഈ എല്ലുന്തിയ ഈ മനുഷ്യന്മാർ, ചെറിയ കുട്ടികൾ 5 വയസ്സ് 6 വയസ്സുള്ള മക്കളെല്ലാം നമ്മളിങ്ങനെ എല്ലിങ്ങനെ പുറത്തേക്ക് കാണുന്ന പോലത്തിലുള്ള ഫോട്ടോസ്, എന്നിട്ട് അതും വെച്ചിട്ട് വേറെ കുറെ മുമ്പത്തെ വേൾഡ് വാർ സമയത്തുള്ളതെന്ന് തോന്നുന്നു ഫോട്ടോസ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഈ ഫോട്ടോസ് നടക്കുന്നത് ഒരാഴ്ച മുമ്പത്തെ 2 ദിവസം മുമ്പത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ വിഷ്വൽസ് ആണ്. കാരണം ആ ഒരു നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ലോകത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലെ ഈ വിശപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു ഭീകരമായിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സുഡാനിലെങ്ങാനല്ലേ ഒരു കടികൻ അങ്ങനെ ഒരു കുട്ടിയെ ഇങ്ങനെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം അങ്ങനെ കെവിൻ കാർട്ടർ പുലിറ്റ്സർ എല്ലാം കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു. ആ ഇമേജ് കണ്ട സമയത്താണ് ശരിക്കും ആളുകളുടെ ഇടയിൽ ഈ വിശപ്പ് കാരണം മരിക്കുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ്, ആ ഒരു ഭീകരത ശരിക്കും നമുക്ക് മനസ്സിലായത്. അതിനുശേഷം ശരിക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതൊക്കെ നമ്മൾ കേട്ടൊരു ഓർമ്മയുള്ളായിരുന്നു ഈ കെവിൻ കാർട്ടർ എടുത്ത ആ ചിത്രത്തിനെ കുറിച്ചിട്ടും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അപ്പം അതുപോലെ ഐലൻ കുർദിയുടെ നമ്മള് ലോകത്ത് ഈ ഗ്ലോബൽ സൗത്ത് ഗ്ലോബൽ നോർത്തിലേക്കുള്ള ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ സംഭവം ഉണ്ടല്ലോ, നമ്മൾ നിർബന്ധിത പലായനം. ഒരിക്കലും നമ്മൾ വളണ്ടറി മൈഗ്രേഷൻ ഒരിക്കലും നമ്മൾ യുദ്ധത്തിൽ നമ്മൾ എന്താ സംഭവിക്കുക, അവിടെ ഒരു ബ്രിട്ടീഷ് സൊമാലി പോയിട്ടുണ്ടായിരുന്നു. ആൾ പറയുന്നുണ്ട്, നോ വൺ വിൽ ലീവ് ദ ഹോം അൺടിൽ ദ ഹോം ഈസ് ദ മൗത്ത് ഓഫ് എ ഷാർക്ക്. നമ്മൾ ഒരിക്കലും നമ്മളെ വീട് നമ്മൾ വിട്ടു നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ വീട് ഒരു സ്രാവിൻ്റെ ഒരു തിമിംഗലത്തിൻ്റെ വായ നമ്മളെ വീങ്ങാൻ വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ ആ ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ നമ്മൾ പിന്നെയും ചിത്രത്തിലേക്ക് കാണുന്നത് ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ അത്രയും, അല്ലെങ്കിൽ ഇവിടെ ഗ്ലോബൽ സൗത്തിൽ നടക്കുന്ന ഈ ഒരു മിഡിൽ ഈസ്റ്റ് സെൻട്രൽ ഏഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ലോകം പിന്നെയും ചർച്ച ചെയ്തത് ആ ഒരു ഇമാജിൻ ആയിരുന്നു. കാരണം ഇമാജ് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്ന ഒരു ഷാർപ്നെസ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന് പിന്നെ അറിയാൻ പറ്റും. കാരണം ആ ഒരു ഐലൻ കുർദിയുടെ ഒരു ചിത്രം അത് ഒരു തുർക്കിഷ് ഫോട്ടോഗ്രാഫർ എടുത്ത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ഫോഴ്സ് മൈഗ്രേഷനെ കുറിച്ചും അത് സിറിയ എന്നുള്ള ഇമാജിൻ ഐലൻ കുർദിയും ഫാമിലിയും സിറിയെന്ന് അവർ പലായനം ചെയ്യുമ്പോൾ ബോട്ട് മറിയുന്നു, ഇവിടെ കടൽ തീരത്തേക്ക് കുട്ടിയുടെ മൃതദേഹം വന്ന് അടയുന്നു. ആ ഒരു ഫോട്ടോ ഉണ്ടാക്കിയ ഒരു ചലനവും ഒരു ഡിസ്കഷനും ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഗ്ലോബൽ മെയിൻ സ്ട്രീം മീഡിയകളിൽ. അതുപോലെ നമ്മൾ ഫലസ്തീനിലുള്ള ചിത്രങ്ങൾ നമ്മൾ തുടക്കകാലത്ത് ഉണ്ടായ ഒരു ഡിസ്കഷൻ ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ള പറയുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം നമ്മൾ കണ്ടു പരിചയിച്ചു പോയി എന്നുള്ള നമ്മളെ ഒരു എന്താ പറയുക ആ ഷോക്കെല്ലാം നമുക്ക് വിട്ടുപോയി. ഇപ്പോൾ നമ്മളിങ്ങനെ സാധാരണ പറയലുണ്ട് ഒരു ചിത്രത്തിന് ശരിക്കും 100 വാക്കുകളേക്കാൾ ഭീകരമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം
ശരിക്കും ആ സാധനമാണ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഈ നുക്കിട്ടിനെങ്ങാനും പകർത്തിയിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയിലായിരുന്നു നപ്പാം വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്തുള്ള. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ യുദ്ധത്തിന് ഭീകരത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കാലത്ത് കേട്ട സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ സമയത്ത് ഇപ്പം സീരിയസ്ലി നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി നമുക്ക് എത്രമാത്രം ആ ഒരു ഷോക്കിംഗ് എലമെന്റ് ഉണ്ട് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഭീകരതയും യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നടന്ന ഒരു സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അന്ന് 1-2 ആളുകൾ നമ്മൾ അങ്ങനെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് ചോരക്കുഞ്ഞുങ്ങളുണ്ട്, അതേപോലെ ജനിച്ചു വീഴുന്ന ചെറിയ പിഞ്ചു മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, മീൻസ് കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ മരിച്ചു വീഴുന്ന കാണുന്നത്. അതും പട്ടിണി നടന്നിട്ട് മരിക്കുന്ന ആളുകളുണ്ട്, വെടിയേറ്റ് മരിക്കുന്ന ആളുകളുണ്ട്. ഇതടുത്ത് വന്ന കുറെ വിഷ്വൽസും നമ്മൾ മരണപ്പെട്ട് കൊല്ലപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറെ വിഷ്വൽസും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് അവർ എത്രത്തോളം പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളതാണ്. അതായത് മാൽനറിഷ്ഡ് ആയിട്ട് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യത്തോടു കൂടെ മരിക്കുന്നു. കുറെ ഉമ്മമാര് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, വീഡിയോ മുലപ്പാല് കൊടുക്കാനുള്ള ഇതില്ലാണ്ടായിരുന്നില്ല. കാരണം ഉമ്മമാര് ഭക്ഷണം കഴിക്കുന്നില്ല, അവരുടെ കയ്യിലുള്ള പിഞ്ചു കുഞ്ഞ, ആ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യാ? ഇവരാരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇവർ ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ പോട്ടെ, ഈ ഇന്നലെ ജനിച്ചു വീണ മക്കള്, ഇവരെയാണ് ആ ഇസ്രായേൽ മിനിസ്റ്റർ പറയുന്നത് ഇവരെ എനിക്ക് കൊല്ലണം, ഞാൻ യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ മിലിറ്ററിനോടല്ല, ഗസേരിയുള്ള എല്ലാ മക്കളോടാണ്, എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണം എന്നുള്ള. മറ്റേ ആള് പറഞ്ഞ പോലെ തന്നെ അനിമൽസ് ആണെന്നുള്ളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വരുന്നത്. നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആരാ? ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇന്നലെ ജനിച്ചു വീണ, ഇന്ന് ജനിച്ചു വീണ 5 വയസ്സുള്ള 3 വയസ്സുള്ള മക്കളെ കുറിച്ചാണ്. ഇവരെയാണ് ഈ എല്ലാ ബ്ലോക്കേഡ്സും അല്ലെങ്കിൽ ഈ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ UNRWA വീഡിയോയിൽ കണ്ട പോലെ ഈ 3 മണിക്കൂർ അപ്പുറത്തുള്ള ഈ ഫുഡും ഈ ഭക്ഷണ സാധനങ്ങളും മെഡിസിനൊക്കെ വരാനുള്ള ആരാണ്? ഈ കുഞ്ഞു മക്കളെ കയ്യിലേക്കാണ്. അതാണ് ഈ സൈന്യം തടയുന്നതെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അറിയാത്തൊരു സാധനം. UN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2024 ഒരു പഠനമുണ്ട്. 90% കുട്ടികളും അവിടെ എന്താണ് രോഗാവസ്ഥയിലുള്ളത്. ഇത് കിട്ടാഞ്ഞിട്ടാണ് ഭക്ഷണം കിട്ടാത്തതിന്റെ രോഗം ചികിത്സിക്കാൻ അവിടെ ഹോസ്പിറ്റലില്ല, ഹോസ്പിറ്റൽ തകർക്കപ്പെടുകയാണ്, നിരന്തരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുട്ടികളിൽ തന്നെ 70% ആൾക്കാർ വയറ് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ 4000-ഓളം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വരിക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഫുഡ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. സത്യത്തിൽ അവിടുത്തെ ഉമ്മമാർക്ക് നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ മുലപ്പാൽ കൊടുക്കാൻ പോഷകാഹാരങ്ങൾ കിട്ടിയിട്ട് വേണ്ടേ? അതോടുകൂടി തന്നെ ഈ അവിടെ പലസ്തീനിലൊരു കുട്ടിയോട് ഒരിക്കൽ എന്താണ് ജീവിതത്തിൽ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മരിക്കാനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു കുട്ടി പറഞ്ഞു എന്നുള്ള ഒരു സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും ഈ അമ്മമാരുടെ നിസ്സഹായാവസ്ഥ ഉണ്ട്. കാരണം കുട്ടി ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു കുട്ടി വിശന്നിട്ട് കരയുന്ന സമയത്ത് ഉമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു വേദന എത്രയായിരിക്കും എന്നുള്ളത്. അപ്പം ഉറക്കം നഷ്ടപ്പെട്ടുന്ന ഒരുപാട് ഉമ്മമാരുടെ കഥകൾ നമ്മൾ കേൾക്കലുണ്ട്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾ തന്നെ കയ്യിലെടുക്കുന്നു. ഇവർക്ക് നിസ്സഹായരാണ്, കൊടുക്കാൻ ഭക്ഷണമില്ല, ഇവിടെ ഉമ്മമാരുടെ കയ്യിൽ മുലപ്പാലില്ല. അപ്പം ഈ കുട്ടികളുടെയൊക്കെ ഒരു സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നം എന്നല്ല, മീൻസ് കാണാൻ സ്വപ്നം ഉണ്ടോ നമുക്കറിയില്ല. നമ്മൾ സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണാം. വളരെ ഈ ഫലസ്തീനിലെ ഇനി വരുന്ന കുട്ടികൾ ആ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ആൾക്കാരും കൂടി ആവുമല്ലോ. അത്തരം ആൾക്കാരെ ബുദ്ധിപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ തകർത്ത് ആ രാജ്യം അവിടെ ഒരു മനുഷ്യന്മാരില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയൊരു അജണ്ട ആയിരിക്കും തോന്നുന്നത്. നമ്മൾ പിടിച്ചടക്കുക എന്നുള്ള ഒരു സാധനം അതാണ്. ഈ ഹെമിംഗ്വേയുടെ ഒരു കോട്ടം കണ്ടിട്ടുണ്ടായിരുന്നേ, ഈ ഏറ്റവും ഭാരമേറിയിട്ടുള്ള ഏറ്റവും ചെറിയ ഏറ്റവും ഭാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭക്ഷണം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു, വെള്ളം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു, ഇതൊക്കെ വെപ്പണായി മാറുന്നു അല്ലേ? നമ്മൾ എന്താവുന്നില്ല ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, UN ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ്റെ മേധാവിയാണ് ടോം ഫ്ലെച്ചർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മാർച്ച് മുതൽ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ ബ്ലോക്കേഡ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ യുദ്ധത്തിൻ്റെ തുടക്കം കാലം മുതൽ തന്നെ അവിടെ ഉപരോധങ്ങളും ഭക്ഷണങ്ങളുടെ ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു കംപ്ലീറ്റ് ബ്ലോക്കേഡ് എന്നുള്ള ഒരു അവസരത്തിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ തുടക്കം മുതൽ തന്നെ എന്താകുന്നുണ്ട്, ഈ ഒരു സൈന്യം ഫലസ്തീനിൽ എന്താക്കുന്നുണ്ട്, വെപ്പണൈസ് ചെയ്യുന്നുണ്ട് ഈ ഭക്ഷണത്തെയും വെള്ളത്തിനും ഒക്കെ. എന്നാൽ പോലും ഈ ഒരു പ്രത്യേകമായിട്ട്
ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താകുന്നുണ്ട്, യുദ്ധത്തിൽ മിസൈൽസ് അല്ലെങ്കിൽ ബോംബും മിലിറ്ററി പേഴ്സണൽസ് തന്നെ അവർ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റിനെക്കാട്ടിയും ആഘാതത്തെക്കാളിയും ഒക്കെ ഈ ഒരു കുട്ടികളെയും ഒക്കെ എന്താക്കുന്നുണ്ട്. ഈ ഒരു ഭക്ഷണവും ഈ ഒരു വെള്ളമൊക്കെ ഇവർ വെപ്പണാക്കിയിട്ട് ഇപ്പോൾ ആ ഒരു കോലത്തിലാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും മനോവീര്യം തകർത്ത് കളയാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നമുക്ക് വെള്ളം കിട്ടാണ്ട് അല്ലെ ഭക്ഷണം നമുക്ക് എത്ര കാലം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ മാനസികമായിട്ട് തളർത്തി കളയാം, ആ ഒരു പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഫലസ്തീനികൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ എത്ര ബോംബ് വന്നു വീണാലും എത്ര മിലിറ്ററി വന്നാലും എത്ര മിസൈൽ വന്നു വീണാലും പിന്നെയും നമ്മൾ കാണുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അവർ പിന്നെയും പ്രതീക്ഷയിലേക്ക് വരാം. നമ്മളെ വീഡിയോസിലെല്ലാം കാണുന്ന അവർ പിന്നെയും ഹസ്ബൻഡുള്ള പറയുന്ന വീഡിയോസ് തവക്കലാക്കുന്ന ഒരു സംഭവങ്ങൾ. അപ്പം ആ ഒരു എന്താ പറയുക മനോധൈര്യം ഉണ്ടല്ലോ. ഫലസ്തീൻ്റെ കയ്യിലോ കുട്ടികളുടെ കയ്യിലോ ആയുധങ്ങളില്ല, ഇവർ അങ്ങോട്ട് പോയിട്ട് നേരിട്ട് ആക്രമിക്കുന്നില്ല. ഇവരുടെ കയ്യിൽ ആകെയുള്ള ഒരു മനോധൈര്യം ഉണ്ടല്ലോ, ആ മനോധൈര്യത്തെയാണ് ഇവർ ഇപ്പം ആക്രമിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ തകർത്ത് കളയാന്നുള്ള ഒരു സാധനമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക മാനസികമായിട്ട് തളർത്തി കളയുക, അങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്നും കൂടെ അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഈ ചർച്ചയുടെ ഇടയിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നില്ല. അതെ, ഇപ്പാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എന്താ പറയാ ഒരു ഡിസ്കഷൻ ഉണ്ടാവട്ടെ. അതെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകള് മനുഷ്യരെ കുറിച്ച് പിന്നെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഒച്ച തീരാണ്ടാവട്ടെ, ശബ്ദം ഉണ്ടാവട്ടെ, ആ കഥ ബാക്കിയാവട്ടെ. നമ്മളെ റഫാത്ത് പറഞ്ഞ പോലെ ഞാൻ മരിച്ചു പോയാലും ഒരു പ്രതീക്ഷ ഉണ്ടാവട്ടെ, ഒരു മുറിഞ്ഞു പോകാത്തൊരു കഥയായിട്ട് അവിടെ നിൽക്കട്ടെ, മാറട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ.